ഹായ് ഫ്രണ്ട്സ്, കൂട്ടുകാരെ. ഞാൻ എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്നലെ ഞാൻ ചാനലൊക്കെ തുടങ്ങി ഡാൻസൊക്കെ കളിച്ചിട്ടില്ലായിരുന്നോ? അപ്പോൾ എനിക്കിപ്പോൾ കഞ്ഞി കുടിക്കാൻ നേരം കേട്ടോ. സരിതേ, എൻ്റെ കഞ്ഞി റെഡി ആയിട്ടുണ്ടോ? കഞ്ഞി റെഡി ആയിച്ചി. കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള പൊടി കഞ്ഞി വരും എനിക്ക്. എൻ്റെ ഹോം നേഴ്സാണ് എന്നെ കെയർ ചെയ്യണതൊക്കെ കേട്ടോ. ഇതുണ്ടോ, എനിക്ക് നല്ല ചൂടുള്ള കഞ്ഞി വന്നിട്ടുണ്ട്. എൻ്റെ ഹോം നേഴ്സിൻ്റെ പേര് സരിത എന്നാണ്. അവൾക്ക് ക്യാമറയിൽ വരെ നാണായിട്ട് ഇതാ കഞ്ഞി വെച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വിശേഷം അറിയാൻ ഞാൻ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എല്ലാ ശരീരം ഫുൾ ബോഡി നീർക്കെട്ടായിപ്പോയി. നീർക്കെട്ടായിട്ട് ഏറ്റവും കൂടുതൽ ബാധിച്ചത് നട്ടലിനാണ്. നട്ടലിന് ഫുൾ നീർക്കെട്ടായിട്ട് പഴുപ്പായി മാറി. നട്ടലിനും പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വാരിയലിനും പിന്നെ എല്ലാ ഓർഗൻസിനും പഴുപ്പ് കയറി ബാധിച്ച് ലിവർ, കിഡ്നി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ബിഗ് ഇൻറ്റസ്റ്റൈൻ, പിന്നെ ഹാർട്ട്, ഈ ശ്വാസകോശത്തിന് എല്ലാത്തിനും പഴുപ്പ് കയറിപ്പോയി. പിന്നെ എല്ലുകൾക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ച എല്ലുകൾക്ക്, വെയിൻസിന് എല്ലാത്തിനും പഴുപ്പ് കയറിപ്പോയിട്ട് തീരെ നടക്കാൻ പറ്റാതെ. അന്നേരമാണ് ഈ അസുഖം എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് MRI സ്കാൻ ചെയ്തപ്പോഴൊക്കെ മനസ്സിലായത് ഇതിങ്ങനെ പഴുപ്പ് എല്ലായിടത്തും കയറി പിടിച്ച് നട്ടെല്ലിന് ഫുൾ പഴുപ്പാണ്. അത് സീരിയസ് ആണ്. ഇനി ഒരു മാസം കൂടി ജീവിക്കുള്ളൂ എന്നൊക്കെ ഡോക്ടേഴ്സ് വിധി പറഞ്ഞതാണ്. എന്നാലും ഹസ്ബൻഡ് പോയി ഡോക്ടേഴ്സൊക്കെ ആയിട്ട് മല്ലടിച്ച് പ്രാർത്ഥനകളും നേർച്ച കാഴ്ചകളും ഒത്തിരി സ്ഥലങ്ങളിൽ നേർച്ച നേർന്നു, പ്രാർത്ഥനകൾ നേർന്നു. എല്ലാവരും പ്രാർത്ഥനകളായി. അങ്ങനെ മെഡിസിൻ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മെഡിസിൻ കഴിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാണ് കേട്ടോ. ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് 3 മാസമായപ്പോഴത്തേക്ക് എനിക്ക് മഞ്ഞപ്പിത്തം കയറി പിടിച്ചു. പിന്നെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ 1 വീക്ക് മെഡിസിൻ എടുത്തില്ല. വീണ്ടും പിന്നെ മഞ്ഞപ്പിത്തം കുറഞ്ഞപ്പോൾ വീണ്ടും ഈ അസുഖത്തിന് മഞ്ഞപ്പിത്തം വരാൻ പാടില്ല. മഞ്ഞപ്പിത്തം കയറി പിടിച്ചാൽ പെട്ടെന്ന് ആളുടെ ഈ STOT-BT, ലെഫ്റ്റ് ലിവർ അതൊക്കെ അസുഖമൊക്കെ കൂടുതലായിപ്പോവും. ഞാൻ മരുന്ന് സ്റ്റോപ്പ് ചെയ്തു, വീണ്ടും മരുന്ന് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ഞാൻ 1 വീക്ക് മെഡിസിൻ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഛർദി, വൊമിറ്റിങ് എല്ലാം ഉണ്ട്. ഒക്കെ അഡ്മിറ്റാവും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും, തിരിച്ചു വരും, വീണ്ടും അഡ്മിറ്റാവും, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ വിശേഷം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. പൊടിയരിക്കഞ്ഞി മാത്രം കണ്ടു, ചൂടുള്ള പൊടിയരിക്കഞ്ഞി കൊണ്ടു വെച്ചിരിക്കുന്നത് ഇതുണ്ടോ, നല്ല ചൂട് വറക്കണേ, ആവി വറക്കണേ പൊടിയരിക്കഞ്ഞി. അപ്പോൾ ഈ പൊടിയരിക്കഞ്ഞി മാത്രം എനിക്കിങ്ങനെ കിടന്നിട്ട് എനിക്ക് സൈഡ് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കാം, പക്ഷേ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റില്ല. എഴുന്നേറ്റ് ഇരുന്ന് വരുമ്പോഴത്തേക്കും എൻ്റെ സ്പൈനൽ കോഡ് നേരെയാവില്ല. പിന്നെ കാല് രണ്ടും നിർത്താൻ സാധിക്കില്ല, പിന്നെ നടക്കാനും സാധിക്കില്ല. എൻ്റെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും ഞാൻ ഈ കട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് കൂട്ടുകാരെ. പിന്നെ ഈ പൊടിയരിക്കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. ചോറ് നിങ്ങൾ കഴിക്കുന്ന ഒരു ഭക്ഷണം എനിക്ക് കഴിക്കാൻ സാധിക്കില്ല. കാരണം തീരെ ഡൈജഷൻ പവർ ഇല്ല എനിക്ക്, ഡൈജസ്റ്റ് ചെയ്യില്ല ഒന്നും കഴിച്ചാൽ. അപ്പം ദിവസത്തിൽ 4 നേരം പൊടിയരിക്കഞ്ഞി കുടിക്കും കേട്ടോ. രാവിലെ 7:30-ക്ക്, പിന്നെ ഉച്ചയ്ക്ക് ഒരു 12:30-ക്ക്, പിന്നെ ഈവനിങ്ങിന് 5 o'clock-ന്, പിന്നെ വൈകുന്നേരം 9:30, 10 o'clock-ന് കുടിക്കും. എന്തുകൊണ്ടാണെന്നറിയാം രാത്രി ഇത്ര ലേറ്റ് ആയിട്ട് കുടിക്കുന്നത്? പൊടിയരിക്കഞ്ഞിയല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഡൈജസ്റ്റ് ആവുകയെ. അപ്പോൾ എനിക്ക് 2 മണി, 1 മണി, രാത്രി 1 മണി, 2 മണി ആകുമ്പോഴത്തേക്കും വയറ് കാലിയാവും, വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഹോം നേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹോം നേഴ്സിന് റെസ്റ്റ് എടുക്കണ്ടേ? പകൽ മൊത്തം എന്നെ ശുശ്രൂഷിക്കുകയാണല്ലോ, എന്നെ കെയർ ചെയ്യില്ലേ. അപ്പം ഞാൻ പിന്നെ ലേറ്റായിട്ട് കുടിച്ചാൽ മോർണിംഗ് വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം അങ്ങനെ 4 ടൈംസ് ഞാൻ കഞ്ഞി കുടിക്കും, പൊടിയരിക്കഞ്ഞി മാത്രം. അതിൻ്റെ കൂടെ കഴിക്കാനൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എഗ്ഗോ, ഫിഷോ, മീറ്റോ, മിൽക്കോ, അങ്ങനെ എല്ലാ പച്ചക്കറികളോ ഒന്നും കഴിക്കാൻ സാധിക്കില്ല. ഒക്കെ ഇങ്ങനെ ഈ ഈ ലിവറിനെയൊക്കെ ബാധിച്ച കാരണം, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ബിഗ് ഇൻറ്റസ്റ്റൈനൊക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈനൊക്കെ ഈ പഴുപ്പ് ബാധിച്ച കാരണം എനിക്ക് അങ്ങനെ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് കഴിച്ചാലും സ്റ്റൊമക്ക് ഇങ്ങനെ പഫ്റ്റപ്പ് ആകും. അപ്പോൾ അങ്ങനെ പൊടിയരിക്കഞ്ഞി മാത്രം. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ചെരിഞ്ഞ് കിടക്കാം. അപ്പം ഞാൻ അങ്ങനെ ചെരിഞ്ഞെടുത്തിട്ട് കണ്ടു, നല്ല ചൂടേറിയ പൊടിയരിക്കഞ്ഞി, നല്ല ചൂടോടെയുള്ള പൊടിയരിക്കഞ്ഞിയാണ്. അതിന് കറി ഉണ്ടോ, വഴുതനങ്ങപ്പേരി, നല്ല വഴുതനങ്ങപ്പേരിയാണ് കേട്ടോ. പക്ഷെ ഇതിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി, പിന്നെ കടുക് വറുക്കും, കറിവേപ്പില ഇടും, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. ഇത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. എരി പാടില്ല, മുളക് പാടില്ല, പുളി പാടില്ല, ഉപ്പിടാം, കാരണം ലോ പ്രഷറാണ്. അപ്പോൾ വഴുതനങ്ങ തോരനാണ് എനിക്കിന്ന് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പിന്നെ ഹോം നേഴ്സിന് വേണ്ടിയിട്ട് ഇച്ചിരി തക്കാളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇച്ചിരി ചാറ് ഒഴിച്ചിട്ട് ഇങ്ങനെ കഞ്ഞിയിൽ ഒഴിച്ച് കുടിക്കും. പക്ഷെ എനിക്ക് തക്കാളിയും കഴിക്കാൻ പാടില്ല, അതാണ്. കാരണം ഈ തക്കാളി ഹൈപ്പർ അസിഡിറ്റി അല്ലേ, അപ്പോൾ വയറ് അസിഡിറ്റി എന്നറിയും. അറ്റ് ദ സെയിം ടൈം ഇത് ഈ തക്കാളി കഴിച്ചാൽ പൊട്ടാസ്യം കൂടും. അപ്പോൾ എനിക്ക് പൊട്ടാസ്യം ഭയങ്കര ലോയാണ്. ഡോക്ടർ പൊട്ടാസ്യം കഴിക്കുന്ന സാധനങ്ങളാണ് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഫുഡ് അധികം എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ തക്കാളി കഴിച്ചാൽ പൊട്ടാസ്യം കൂടും, ബട്ട് അറ്റ് ദ സെയിം സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഇത് ഹൈപ്പർ അസിഡിറ്റി ആവും. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ തുള്ളി കഞ്ഞി കഴിച്ചിട്ട് കുടിക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കഞ്ഞി കുടിക്കാൻ പോട്ടെ കൂട്ടുകാരെ. ഞാൻ എൻ്റെ പൊടിയരിക്കഞ്ഞി ആറാൻ തുടങ്ങും. ഇത് കണ്ടോ, എൻ്റെ അടുത്ത് ടേബിൾ ഇട്ടിരിക്കുന്ന കണ്ടോ,
ഈ ടേബിളിൽ ഹോട്ട് വാട്ടർ ഫ്ലാസ്ക്, ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ, പിന്നെ വാഷിംഗ് വെസൽ, ഗ്ലാസ്, വെള്ളം കുടിക്കുന്ന ഗ്ലാസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഹോം നേഴ്സ് ഇതൊക്കെ അടുത്ത് വെച്ച് തരും, അടുത്തൊന്ന് എടുത്ത് തരും. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വെക്കും. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ കിടന്ന് എന്നെ ബ്രഷ് ചെയ്യുക, കിടന്ന് എന്നെ കഞ്ഞി കുടിക്കുക ചെയ്യുന്നതൊക്കെ. ഇത് കണ്ടോ, പിന്നെ ഇത് കണ്ടോ, ഇത് ഫോണ്, ഇത് ഫോൺ കേട്ടോ, ഫോണ് കുത്താനുള്ള ചാർജർ. ഇത് ഇത് ടി വി ഓൺ ആക്കാനുള്ള റിമോട്ട് ഉണ്ടോ. ഇതൊക്കെ എൻ്റെ അടുത്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ടി വിയുടെ സ്വിച്ച്. പിന്നെ ഇത് ഫാന്, എൻ്റെ ഫാൻ കണ്ടോ, അതാണ്ടോ ഫാൻ അവിടെ. ഫാൻ്റെ ഇതാണ് ഇത്. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഫാൻ ഓൺ ആക്കാൻ പറ്റും. ഫാൻ കാണിച്ചു കൊടുക്ക് സരിത. കണ്ടോ ഫാൻ കറങ്ങുന്നുണ്ടോ, ഫാൻ അടുത്തുണ്ട്. ഇത് ടി വിയുടെ ഇത് ചാർജർ. പിന്നെ ഇത് ഒരു ചെറിയ ബട്ടൺ ഫോൺ ഉണ്ട്, അതിൻ്റെ ചാർജർ. അപ്പോൾ എനിക്ക് എല്ലാം എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ടി വി ഉണ്ടോ മുകളിൽ, ഇതാ അവിടെ ആ മൂലയിൽ ടി വി, അത് ടി വി. അപ്പം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ടി വി ശാലവും പ്രാർത്ഥനകളിലെ ശാലവും ഗുഡ്നസ് അങ്ങനെ പ്രാർത്ഥനകൾ കൂടുതലായിട്ട് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കഞ്ഞി കുടിക്കാൻ പോട്ടെ. ഇന്നത്തെ വിശേഷം ഞാൻ നിർത്തുകയാണെങ്കിൽ ബാക്കി നാളെ കേട്ടോ. ഓക്കെ, ഇപ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇപ്പം എന്നെ ഒരൊറ്റ ലൈക്ക് അടിക്കണേ. അതെ, ഇന്ന് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും. പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, അവിടേക്ക് ഒന്ന് ഈ ചാനൽ ഷെയർ ചെയ്ത് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എന്നെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം. ചെയ്തു തരൂല്ലേ? ചെയ്തു തരും, എനിക്ക് ഉറപ്പാണ്, ഷുവർ. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ താങ്ക് യു, നന്ദി. ഞാൻ കഞ്ഞി കുടിക്കാൻ പോട്ടെ. ഓക്കെ, ബൈ.